ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോം മെയ്ഡ് കുക്കിംഗ് ആൻഡ് ക്രാഫ്റ്റ്സ്. ഇന്ന് നമുക്ക് ചക്കപ്പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. തേങ്ങാക്കൊത്തൊക്കെ ഇഷ്ടമുള്ളവർക്ക് അത് കുറച്ച് ഇടാവുന്നതാണ്. പായസം കുടിക്കാൻ നേരത്ത് തേങ്ങാക്കൊത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടും. പായസത്തിലേക്ക് ഇടുമ്പോൾ ചെറിയ ചെറിയ കഷ്ണം ഇട്ട് തരണം. കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടുന്നത് പോലെ നീളത്തിൽ കഷ്ണമൊന്നും ഇടരുത്. കുറച്ച് നേരം ഒന്ന് തേങ്ങ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൽ നിന്ന് തേങ്ങ കൊത്തെടുക്കാൻ വിട്ട് കിട്ടും. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് വെച്ചിട്ട് അതിലേക്ക് കശുവണ്ടിയും കിസ്മിസും വറുത്ത് പോരാ. എന്നിട്ട് ആ ഇതിൽ തന്നെ ഒരു പിടി തേങ്ങാക്കൊത്തും വറുത്ത് പോരാ. അങ്ങനെ വറുത്ത് കോരി വെച്ചേക്കുന്നതാണ്. അതേ നെയ്യിൽ തന്നെ വിളയിച്ച് വെച്ച ചക്കയുടെ ചക്ക ഞാൻ വിളയിച്ചത് ആദ്യം മിക്സിയിലൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇത് വറ്റി വരുമ്പോൾ ശർക്കര ഉരുക്കിയത് അതിലോട്ടിടുക. എന്നിട്ടൊന്ന് വറ്റിച്ച് വരാൻ നേരത്ത് കുറച്ച് നെയ്യ് ഇട്ട് വരട്ടിയെടുക്കുക. നല്ല ഡ്രൈ ആകുമ്പോൾ അങ്ങനെ എടുത്തതാണ്. അത് കുറേ നാൾ വരെ ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. അതിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്തിട്ട് നെയ്യിൽ നമുക്ക് ഒന്ന് തണുപ്പൊന്ന് പോകണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാനിവിടെ പശുവും പാലാണ് ഒഴിച്ചത്. തേങ്ങാപ്പാലാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. തേങ്ങാപ്പാലാണെങ്കിൽ 2 പാൽ ഒഴിച്ചിട്ട് ആദ്യം തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് ഓഫ് ചെയ്യണ മുമ്പായിട്ട് കട്ടിയുള്ള തേങ്ങാപ്പാൽ 1 പാലും ഒഴിക്കാവുന്നതാണ്. ഞാനിവിടെ പശുവും പാലായതുകൊണ്ട് ഒരു 4 ഗ്ലാസ് പശുവും പാൽ മാത്രമാണ് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ തണുപ്പൊക്കെ പോയിട്ടുണ്ട്. ഇനി 4 ഗ്ലാസ് പാലൊഴിക്കുക. പാലൊഴിക്കുമ്പോൾ ആദ്യം കുറച്ച് പാലൊഴിച്ചിട്ട് ചക്കയുടെ കട്ടയൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി കുറേശ്ശെ ഒഴിച്ച് ലൂസാക്കി എടുക്കുക. നാട്ടിലെ ഡാർക്ക് കളറിലെ ശർക്കരയാണെങ്കിൽ കുറച്ചും കൂടി ഡാർക്ക് കളറായിട്ടായിരിക്കും ഇരിക്കുക. ഇത് കുറച്ച് ലൈറ്റായിട്ടുള്ള ശർക്കരയായിരുന്നു. ഒരു ലൈറ്റ് ബ്രൗൺ ആയിരുന്നു ഇത്. അതുകൊണ്ടാണ് ഒരു ലൈറ്റ് കളറായിട്ട് വന്നത്. നല്ല ഡാർക്കായിട്ടുള്ള ബ്രൗൺ ശർക്കരയാണെങ്കിൽ നല്ല ബ്രൗൺ കളറായിട്ട് പായസം ഇരിക്കും. മധുരമൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ചും കൂടി ശർക്കര പാനി ഒഴിക്കാവുന്നതാണ്. തിളച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഒന്ന് കുറുകി വരും. ഇതിൽ മധുരം കറക്റ്റ് ആയതുകൊണ്ട് ഞാനിവിടെ ശർക്കര പാനി ഒഴിക്കണില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കാവും. അപ്പോൾ ഇപ്പം തന്നെ നല്ല തിക്കായിട്ട് എടുക്കരുത്, കുറച്ച് ഒന്ന് ലൂസാക്കി എടുക്കണം. ഞാനിവിടെ കുറച്ച് പായസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരു 4 പേർക്ക് കുടിക്കാനുണ്ടാവും. എന്നിട്ട് ഒന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ഇടാം. എന്നിട്ട് വറുത്ത് വെച്ചേക്കണ കശുവണ്ടിയും കിസ്മിസും തേങ്ങാക്കൊത്തും ഇടാം. ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഏലക്കയുടെ ഫ്ലേവറൊക്കെ ഇതിലേക്ക് പിടിക്കും.
മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പിടുക. അധികം ഇടരുത്, ഒരു നുള്ളു മാത്രം ഇട്ടാൽ മതിയാവും. ഈ ഒരു തിക്നെസ് ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരും.